നമസ്കാരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ SFIയുടെ ക്രൂരമർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും ഇരയായി സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ സംസ്ഥാന സർക്കാരിൽ നിന്ന് CBIക്ക് ഫയൽ പോയിട്ടില്ലെന്ന് ഗുരുതര വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. കേസ് ഫയൽ CBIക്ക് കൈമാറുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം റഫർ ചെയ്യേണ്ടതായിരുന്നുവെന്ന് വ്യക്തമാക്കിയ രാജീവ് ചന്ദ്രശേഖർ CBI അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും ചോദിക്കുന്നു. കേസിനെ തട്ടിക്കളിക്കാൻ സമ്മതിക്കില്ലെന്നും ഉടൻ CBI അന്വേഷണം തുടങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ വിജ്ഞാപനം വന്നയുടൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തുവെന്നുമായിരുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരുന്നത്. നേരത്തെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് രാജീവ് ചന്ദ്രശേഖരനെ കാണാനെത്തിയിരുന്നു. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും അതിനാലാണ് രാജീവ് ചന്ദ്രശേഖരോട് സഹായം തേടിയതെന്നും ജയപ്രകാശ് പ്രതികരിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ സഹായങ്ങളും രാജീവ് ചന്ദ്രശേഖർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നേരത്തെ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ച പ്രതിഷേധത്തിന്റെ വാമൂടിക്കെട്ടാനാണോ സർക്കാർ ശ്രമിക്കുന്നതെന്ന് ജയപ്രകാശ് സംശയം ഉന്നയിച്ചിരുന്നു. ഈ മാസം 9-നാണ് സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. അതോടെ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നിലച്ചു. CBI ഇതുവരെ കേസ് ഏറ്റെടുത്തിട്ടുമില്ല. കഴിഞ്ഞ 2 ആഴ്ചയിലേറെ കേസിൽ ഒരു പുരോഗതിയുമില്ല. തെളിവുകൾ പലതും നശിപ്പിക്കുന്നതായും കേസ് തേച്ചു മാച്ചു കളയാനാണ് ശ്രമമെന്നും ജയപ്രകാശ് ആരോപിച്ചിരുന്നു. കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം സംസ്ഥാനം മുഴുവൻ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കവെയാണ് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. പ്രതികൾ സിദ്ധാർത്ഥനെ ലക്ഷ്യമിടാൻ കാരണം സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ തിളങ്ങുന്നതിലുള്ള അസൂയ കാരണമാണെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ കൂടിയായി സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു. ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല. അതിനാൽ തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ്. ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷൻ വരുമ്പോൾ ഇതിനെല്ലാം തെളിവ് കണ്ടെത്താൻ കഴിയും. നന്ദി.